ഐസറിനെ കുറിച്ച് ആരും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും ഐസർ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എനിക്കൊരു റൈറ്റ് ഫിറ്റ് ആണോ, ഐസറിന് ശേഷം ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉണ്ടോ, ഐസറിന് ശേഷം പ്ലേസ്മെൻ്റ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കൊണ്ടാണ് ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ലെക്ചേഴ്സിൻ്റെ ഇടയിൽ 6 സയൻറ്റിസ്റ്റുകളെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈവൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റുകളെയൊക്കെ ഈ കുട്ടികളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസിലൂടെ അവർ എങ്ങനെയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്, എന്താണ് എത്താനുള്ള ഓരോരോ സ്റ്റേജുകൾ, കടമ്പകൾ, എന്ത് കോൺട്രിബ്യൂഷനാണ് ഐസർ അവരെ PhDയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ, എത്രയാണ് അവരുടെ ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്ത ആളുകളുമായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി.